എവ്രിവൺ, അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ കോസി കോൺട്രാക്റ്റ്. എന്താ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റോ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ പാർട്ടീസ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. ഒരു പാർട്ടി അനദർ പാർട്ടിക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കോൺട്രാക്റ്റിൽ കൂടെ, എക്സ്പ്രസ് കോൺട്രാക്റ്റിൽ കൂടെയോ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൽ കൂടെയോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ലിഗേഷൻ പാർട്ടീസ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം. ലാപ്സ് ഓഫ് ടൈം കാരണം എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ചാർജിനെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? പെർഫോം ചെയ്തിരിക്കണം. അങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ, ആ ഒരു കോൺട്രാക്റ്റിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അതിനെയാണ് ഈ ഒരു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? പാർട്ടീസിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ പോകുന്ന ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ാണ് വാട്ട് ഈസ് കോണ്ടം മെറിറ്റ്. കോണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അതിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്? സർവീസ് റെൻഡർ ചെയ്യാണ്. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അല്ലേ? ഒരു റീസണബിൾ സം ഓഫ് മണി കൊടുക്കണം. പക്ഷേ ആ റീസണബിൾ സം ഓഫ് മണീനെ കുറിച്ചിട്ട് ഈ ഒരു കോൺട്രാക്റ്റിൽ ഒന്നും തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പേഴ്സണ് സർവീസ് റെൻഡർ ചെയ്തതിന് ഒരു റീസണബിൾ സം ഓഫ് മണി കൊടുക്കണം അല്ലേ? ആ റീസണബിൾ സം ഓഫ് മണീനെയാണ് കോണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ ആ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഒരു സം ഓഫ് മണീനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഒരു പേഴ്സൺ നമുക്കൊരു സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു റീസണബിൾ സം ഓഫ് മണി കൊടുക്കണം. ആ കൊടുക്കുന്ന മണീനെയാണ് നമ്മൾ കോണ്ടം മെറിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. ആർക്കാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്? പ്രോമിസിക്കാണ്. അതായത് പ്രോമിസിക്ക് എന്തെങ്കിലും ആൻറ്റിസിപ്പേറ്റഡ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആര് ഇതാക്കി കൊടുക്കും? ആ ഒരു ലോസ് ആര് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യും? പ്രോമിസർ പ്രൊട്ടക്റ്റ് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പ്രോമിസിക്ക് കൊടുക്കുന്ന ആ ഒരു സെക്യൂരിറ്റീനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. കോൺട്രാക്റ്റിൽ കൂടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ആ ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പ്രോമിസിക്ക് എന്തെങ്കിലും ഒരു ആൻറ്റിസിപ്പേറ്റഡ് ലോസ് വരികയാണെങ്കിൽ അത് ആര് പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആര് കോമ്പൻസേറ്റ് ചെയ്യാം? പ്രോമിസർ കോമ്പൻസേറ്റ് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു സെക്യൂരിറ്റീനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് വാട്ട് ഈസ് സ്പെസിഫിക് ഗ്യാരണ്ടി. സ്പെസിഫിക് ഗ്യാരണ്ടി അല്ലെങ്കിൽ സിമ്പിൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. ഒറ്റ തവണ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരൊറ്റ സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരൊറ്റ ഡെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. ഈ ഒരു ഗ്യാരണ്ടി എപ്പോഴാണോ ആ ഒരു ഡെപ്റ്റ് നമ്മൾ പേ ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ ഈ ഒരു ഗ്യാരണ്ടി എന്തായി പോവും? കംസ് ടു എൻ എൻഡ് ആണ്. ഈ ഒരു ഗ്യാരണ്ടിയും അവസാനിപ്പിക്കും. അപ്പം നമ്മൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിന് വേണ്ടി കൊടുക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സിമ്പിൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ ഗ്യാരണ്ടി എപ്പോഴാണ് അവസാനിക്കുന്നത്? എപ്പോഴാണോ ആ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡെപ്റ്റ് നമ്മൾ പേ ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ഗ്യാരണ്ടി എന്ത് വരും? അവസാനിക്കുന്നതാണ് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറൊരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുകയാണ് അല്ലേ? അതായത് ഉറപ്പ് കൊടുക്കുകയാണ്. അയാൾ ആ ഒരു എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്തോളാം. അയാൾ എന്ത് ചെയ്യാണ്?
ചെയ്യാണ്, ഫെയിൽ ചെയ്യാണ്, ആ ഒരു എമൗണ്ട് വേറൊരു പാർട്ടിക്ക് കൊടുക്കാനുണ്ട്, അപ്പോൾ അത് കൊടുക്കുന്നതിൽ അയാൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പകരം ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞെടുക്കുന്ന ആ ഒരു ഇതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ആണ് വാട്ട് ഇസ് എ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ് അല്ലേ. അതായത് ഒരു പേഴ്സൺ വേറൊരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ഗുഡ്സ് ഡെലിവർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ഒന്നെങ്കിൽ റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. അത് ആ ഡെലിവർ ചെയ്യുന്ന പേഴ്സൺ പറയും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ഗുഡ്സ് ഡെലിവർ ചെയ്യണേനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അത് തിരിച്ചു കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. അത് ആ ഡെലിവർ ചെയ്യുന്ന പേഴ്സൺ എന്ത് ചെയ്യും, ഡയറക്ഷൻ കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സർട്ടൻ പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യാണ് ചെയ്യുന്നത് ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിക്ക് വേണ്ടിയിട്ട്. ആ ഒരു കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹൂ ഈസ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏതെങ്കിലും ഒരു പേഴ്സണ് എന്ത് കിട്ടാണ്, ചില ഗുഡ്സ്, അതായത് മറ്റൊരാളുടെ ഗുഡ്സ് ആണ്, ആ ഗുഡ്സ് നമുക്ക് ഒരു പേഴ്സണ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേഴ്സണ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ പേഴ്സൺ എന്ത് ചെയ്തു, ആ ഗുഡ്സ് എടുത്തിട്ട് അയാളുടെ പൊസിഷനിലാക്കി കഴിഞ്ഞാൽ അതിനെയാണ് ലോ പ്രകാരം ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സൺ എന്ത് കിട്ടാണ്, വേറെ പേഴ്സണ് ബിലോങ്ങിങ് ആയിട്ടുള്ള ഗുഡ്സ് കിട്ടിയിട്ട് അയാൾ അത് അയാളുടെ പൊസിഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് ലോ പ്രകാരം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആ പേഴ്സൺസിനെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആണ് ഹു ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. ആരാണ് ആ ഒരു പേഴ്സണെ വെക്കുന്നത്? ഏജൻ്റാണ് വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പാർട്ട് ഓഫ് ബിസിനസ്, ഏജൻസിയുടെ ഒരു പാർട്ട് ഓഫ് ബിസിനസ് നമ്മൾ അയാളെ ട്രസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഏൽപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഏജൻറ്റിന് പകരം അയാളെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നതിനെ, അയാളുടെ എല്ലാ വിശ്വാസവും കൊടുത്തിട്ട് ഒരു പാർട്ട് ഓഫ് ബിസിനസ് അയാൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ വാട്ട് ഇസ് എ സ്റ്റിപ്പുലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഫാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോമിസ് ആയിരിക്കാം, പ്രൊവിഷൻ ആയിരിക്കാം. ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്ന ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ പ്രോമിസ് അല്ലെങ്കിൽ പ്രൊവിഷനെയാണ് സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ടീസ്, ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും കൂടി എടുക്കുന്ന ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ പ്രോമിസ് അല്ലെങ്കിൽ പ്രൊവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ാണ് ഡിഫൈൻ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. സെക്ഷൻ 4 സബ്സെക്ഷൻ 1 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ സെക്ഷൻ 4 സബ്സെക്ഷൻ 1 കോൺട്രാക്റ്റ് ഓഫ് സെയിലിനെ കുറിച്ച് പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റിൽ എന്താ ഉണ്ടാവുന്നത്? സെല്ലർ അവരുടെ ഗുഡ്സ് അല്ലേ, സെല്ലർ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എഗ്രി ചെയ്യും. ആർക്ക്? ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്ത്? പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക ഒരു പ്രൈസിന് വേണ്ടിയിട്ട്. സെല്ലർ എന്ത് ചെയ്യാണ്, അവരുടെ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ എഗ്രി ടു ട്രാൻസ്ഫർ ചെയ്യും. ആർക്ക്? ബയ്യർക്ക് ഒരു പ്രൈസിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ അയാളുടെ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ്, അയാളുടെ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കുകയാണ്? ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ എഗ്രി ടു ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രൈസിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൂ ഈസ് പോണി. പോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പ്ലഡ്ജിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിലാണ് അല്ലേ ഈ ഒരു പോണി വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഡ്ജിൽ എന്തുണ്ടാവും? ഏത് പേഴ്സൺ ആണോ നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്, സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ആർക്കാണോ ഗുഡ്സ് കൊടുക്കുന്നത് അവരെയാണ് പോണി അല്ലെങ്കിൽ പ്ലഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ പോണി എന്ന് പറഞ്ഞാൽ പ്ലഡ്ജ് എന്നുള്ള കൺസെപ്റ്റിലാണ് എന്ത് വരുന്നത്? പോണി വരുന്നത്. എങ്ങനെയാണ്? അതായത് ആർക്കാണോ നമ്മൾ നമ്മുടെ ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്, അവരെയാണ് പോണി അല്ലെങ്കിൽ പ്ലഡ്ജി എന്ന് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് വയ്ക്കുക ഒരു കോൺട്രാക്റ്റിൽ. അപ്പോൾ ഏത് പാർട്ടിയാണോ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ പാർട്ടീസിന് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ഇതിനെയാണ്
അതാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് എ വാറണ്ടി. വാറണ്ടി എന്ന് പറയുന്നത് എന്താണ്? പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണ്. ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്ന പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി, ആ ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ ഫാക്റ്റും ട്രൂ ആണ്, റിലയബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണ് വാറണ്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലെ ഫാക്റ്റ് എല്ലാം തന്നെ ട്രൂ ആണ്, റിലയബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്ന പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണ് എന്തെന്ന് പറയുന്നത്? വാറണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഡിഫൈൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ ഇ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറയുന്നത്. സെക്ഷൻസ് കോട്ട് ചെയ്യുമ്പോൾ നോക്കി കോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ് അല്ലേ. എന്ത് ചെയ്യാണ്? ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണെതിരെ എന്തെങ്കിലും അലിഗേഷൻസോ കാര്യങ്ങളോ വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പക്ഷെ മറ്റേ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാണ്? അത് ഡിനേ ചെയ്യാണ്, അല്ലെങ്കിൽ ആ അലിഗേഷൻ്റെ പേരിൽ എന്ത് ചെയ്യാണ്? ഡിസ്പ്യൂട്ട് ചെയ്യുകയാണ്. ആ ഒരു കംപ്ലൈൻറ്റിൽ അലിഗേഷൻ്റെ പേരിൽ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഹു ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് നമ്മുടെ ഗുഡ്സിൻ്റെ ഫുൾ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല? പേ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സോൾഡ് ചെയ്ത ഗുഡ്സിൻ്റെ ഫുൾ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ സെല്ലേഴ്സിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്ത ഗുഡ്സിൻ്റെ പ്രൈസ് ഫുൾ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പേ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരെയാണ് അൺപെയ്ഡ് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ട്രേഡ് പ്രാക്ടീസസ് ആണ് അല്ലേ. അതായത് ഒരു ട്രേഡർ എന്ത് ചെയ്യാണ്? അയാളുടെ സെയിൽസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന അൺഫെയർ മെത്തേഡ്സ് അല്ലെങ്കിൽ അൺഫെയർ പ്രാക്ടീസസിനെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ട്രേഡ് പ്രാക്ടീസസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രേഡർ അയാളുടെ സെയിൽസ് അല്ലെങ്കിൽ സർവീസസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അൺഫെയർ മെത്തേഡ്സോ അൺഫെയർ പ്രാക്ടീസസോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ 5 മാർക്കും എസ്സേ പോർഷൻസ് ആണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്, യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.